ഈ വന്യജീവിയുടെ ഭീഷണി അത് ഈ നാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഉള്ളൊരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ പ്രതിവിധി ഒന്നും അവർ ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച 10,000-ൽ സിസ്റ്റം ആളുകൾ ഒരുമിച്ച് കൂടി ഈ ഭീഷണിയെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ കാര്യമായിട്ട് സംസാരിക്കുകയും ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുണ്ടായില്ല. തന്നെയുമല്ല, ഇപ്പോൾ കർഷകരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ദൗത്യം നിറവേറ്റാതെ കർഷകർക്കെതിരായി കേസെടുക്കുക, കർഷകരെ ഇറക്കി വിടുക എന്നുള്ള ആ ഒരു അജണ്ടയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പല സ്ഥലത്തും ഈ സംഭവം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ, നമ്മുടെ കോതമംഗലം രൂപതയിലാണെങ്കിൽ 32ഓളം ഇടവകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ അവർ വളരെയേറെ കഷ്ടപ്പെടുന്നവരാണ്. ഇന്ന് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ ജോലിക്കാർ പറയുന്നത്, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്ന രാത്രിയിൽ ആനയുടെ ഭീഷണി, പിന്നെ കാട്ടുപന്നി വരുന്നു, അതോടൊപ്പം തന്നെ മറ്റ് വന്യജീവികളും നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം നാട്ടിലേക്ക് ഇറങ്ങുന്ന ഈ വന്യജീവികളെ കാട്ടിൽ തന്നെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് വനപാലകർ. വനപാലകരുടെ ദൗത്യം എന്നുള്ളത് വനം സംരക്ഷിക്കുക, വന്യജീവികളെ വനത്തിൽ സംരക്ഷിക്കുക. ഇത് രണ്ടും ചെയ്യുന്നില്ല അവർ. വനത്തിൽ ഈ ജീവികൾക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. അവന് വെള്ളമില്ല, തീറ്റയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല, പുറത്തേക്ക് വരുന്നു. പക്ഷേ ഗവൺമെൻറ് ഇതിന് ശരിയായിട്ടുള്ള നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ ആളുകൾ സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഏജൻസികൾ, അതായത് കുറേ ഈ കപട പ്രകൃതി സ്നേഹികളുണ്ട്, അതുപോലെ കപട മനുഷ്യസ്നേഹികളല്ല മൃഗസ്നേഹികൾ. അവരുടെ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്നുകൊണ്ടാക്കിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇത് ഇവിടെ നടപ്പാക്കുകയും ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ആക്ച്വൽ സിറ്റുവേഷൻ അറിയാത്ത ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളിവിടെ ഈ ആളുകളോടൊപ്പം ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള കർഷകരോടൊപ്പം ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെന്നും ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അത് ജനങ്ങളെ കബളിപ്പിക്കുകയെന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കാരണം ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ആളുകളുണ്ടായിട്ട് സംശയമുണ്ട്. കർഷകർ ജനങ്ങൾക്ക് ഈ നാടിൻ്റെ നട്ടെല്ലാണെന്ന് പറയാറുണ്ടെങ്കിലും അതനുസരിച്ച് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അവകാശങ്ങളോ നേടിക്കൊടുക്കുവാനായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട്. കൂടാതെ ഇവർക്ക് ഈ സ്വന്തം കാര്യം മാത്രമേ പലപ്പോഴും നോക്കാറുള്ളൂ. കർഷകരുടെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് എത്ര രാഷ്ട്രീയ പാർട്ടി കൂടെ നിൽക്കുന്നുണ്ടെന്ന് സംശയമുണ്ട്. ഫലപ്രദമായ പ്രതിവിധി ഒന്ന്, വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ സംരക്ഷിക്കണം. വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ ഒന്നുകിൽ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ അതിനെ തിരിച്ച് വനത്തിലേക്ക് വിടണം. രണ്ടാമതായിട്ട് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവർക്ക് ശരിയായ നഷ്ടപരിഹാരം കൊടുക്കണം. അതിനു വേണ്ടി ഒരു ട്രൈബ്യൂണൽ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയും. ഈ മോട്ടോർ ആക്സിഡൻറ്റ് ട്രൈബ്യൂണൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ വൈൽഡ് ലൈഫ് അറ്റാക്ക് ക്ലെയിം ട്രൈബ്യൂണൽ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ഫോറസ്റ്റുകാർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സൈന്യത്തെ ഇറക്കണം ഇവിടെ. എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നതെന്നാൽ പിള്ളേർ ഭയപ്പെടുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഭയപ്പെടുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് ഭയപ്പെടുന്നു. ആരെയും ഭയപ്പെടുന്നത്? നമുക്ക് കർഷകർക്ക് വന്യജീവികളെ മാത്രമല്ല ഫോറസ്റ്റുകാരെയും ഭയമാണ്. ആര് പറഞ്ഞതുപോലെ രാത്രിയിൽ വന്യജീവികളെയും പകൽ ഫോറസ്റ്റുകാരെയും ഭയമാണ്. ഫോറസ്റ്റുകാരുടെ മെയിൻ പണി എന്നുള്ളത് കർഷകർക്കെതിരായിട്ട് ഈ കേസുണ്ടാക്കുക, അല്ലെങ്കിൽ കർഷകരെ നശിപ്പിക്കാനായിട്ട് വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞു വിടുക. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ പണി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ശരിയായ രീതിയിൽ അവരുടെ ദൗത്യം നിറവേറ്റിയാൽ മാത്രമേ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുകയുള്ളൂ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഭയമെന്ന് തോന്നുന്നു, ജനങ്ങളെ ഭയമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു.
എന്തെന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം വളരെ ഇന്നഫിഷ്യൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാവരും പറയുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കുത്തഴിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പോകുന്നത്. ജനങ്ങൾക്ക് ഏറെ ദ്രോഹം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളെല്ലാം കൂട്ടിയിണക്കി ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ചയിൽ അതിനെക്കുറിച്ച് പ്ലാൻ നടത്തുന്നുണ്ട്. ഹൈറേഞ്ചിലുള്ളതും അതുപോലെ തന്നെ മലബാറിലുള്ള പ്രദേശങ്ങളിലുള്ള ഈ സ്ഥലങ്ങളിലെ രൂപതകൾ ബന്ധപ്പെട്ട് ഒരു സംവിധാനം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സുമനസ്സുകളായ എല്ലാ മനുഷ്യരെയും, നാനാജാതി മതസ്ഥരാണ്, കത്തോലിക്കർ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണിത്. അതുകൊണ്ട് ജനങ്ങളെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാവരും കൂടി ഒരുമിച്ച് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. സമരം എന്നതിനേക്കാൾ ലീഗലായിട്ട് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യും. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. റോഡിലുള്ള സമരമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ജനപ്രതിനിധികളെയും ഗവൺമെൻറ്റിനെയും ഈ കാര്യത്തിൽ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അവർ ശരിയായ രീതിയിൽ നിയമനിർമ്മാണം നടത്തുകയും അതുപോലെ ഗവൺമെൻറ് ഇത് ഫലപ്രദമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഈ നാട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ ആർക്ക് വേണ്ടി നാടൻ ജീവിക്കുന്ന ഈ ജനങ്ങൾ ഈ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അപ്പോൾ അതായത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തു, മൃഗങ്ങൾക്ക് വേണ്ടി നടപടി സ്വീകരിക്കുന്ന ഗവൺമെൻറ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ മുന്നോട്ട് തന്നെ ഈ നമ്മുടെ ആവശ്യങ്ങൾ നേടി കിട്ടുന്നത് വരെ, നമ്മുടെയല്ല ജനങ്ങളുടെ ആവശ്യം നേടുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകും. അത് സമരമൊന്നും ആയിരിക്കണമെന്നില്ല, ലീഗലായിട്ട് പോകാം. അതുപോലെ കോടതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു.